ഇന്ന് ഫെബ്രുവരി 4-6 OTT അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യത്തേത് ഒരുപാട് പ്രേക്ഷകർക്ക് അറിയേണ്ട ഗെയിം ചേഞ്ചർ ഒഫീഷ്യൽ OTT പ്രഖ്യാപനത്തെക്കുറിച്ചാണ്. ഇന്ന് സിനിമയുടെ OTT റിലീസ് തീയതി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി 28 ദിവസങ്ങൾക്കുള്ളിൽ OTT റിലീസ് ആകുകയാണ്. ഈ ആഴ്ച ഫെബ്രുവരി 7-ാം തീയതി ഗെയിം ചേഞ്ചർ ആമസോൺ പ്രൈമിൽ ലഭ്യമാകുന്നതാണ്. തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിൽ മാത്രമായിരിക്കും സിനിമ ലഭ്യമാകുക. മലയാളം അപ്ഡേറ്റ് നിലവിൽ ലഭ്യമല്ല. രണ്ടാമത്തേത് തമിഴിൽ നിന്നും ഡയറക്റ്റ് OTT റിലീസിനൊരുങ്ങുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സ്പോർട്സ് ഡ്രാമ സിനിമ, നയൻതാര, സിദ്ധാർത്ഥ്, ഒപ്പം തന്നെ മാധവൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയാണ്. ചിത്രം നേരത്തെ തന്നെ ഡയറക്റ്റ് OTT റിലീസ് ആകുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് ശരിവയ്ക്കുന്ന രീതിയിൽ നെറ്റ്ഫ്ലിക്സിന്റെ ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ടീസറോടെ പുറത്തു വന്നിരിക്കുകയാണ്. ഈ വർഷം സിനിമ OTT റിലീസ് ആകുന്നതാണ്. മൂന്നാമത്തേത് ഒരു തെലുഗു സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. കൊബാലി എന്നാണ് സീരീസിന്റെ പേര്. ഈ തെലുഗു സീരീസ് മലയാളം ഉൾപ്പെടെയുള്ള 7 ഭാഷകളിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ ലഭ്യമാണ്. അടുത്തത് മലയാളത്തിൽ നിന്നുള്ള ഒരു കട്ടിൽ ഒരു മുറി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട സിനിമയുടെ ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിരിക്കുകയാണ്. പൂർണിമ ഇന്ദ്രജിത്ത് നായിക വേഷത്തിലെത്തിയ സിനിമ മനോരമ മാക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. OTT ആപ്ലിക്കേഷനിൽ കമ്മിങ് സൂൺ പോസ്റ്റർ വന്ന സിനിമ ഈ മാസം തന്നെ റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത 2 അപ്ഡേറ്റുകൾ മലയാളം സീരീസുകളുടെ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസിനൊരുങ്ങുന്ന ലവ് അണ്ടർ കൺസ്ട്രക്ഷന്റെ അപ്ഡേറ്റ് ആണ്. സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ എല്ലാം തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റിലീസ് തീയതി പ്രഖ്യാപനമാണ് ബാക്കി നിൽക്കുന്നത്. ഈ ഫെബ്രുവരി മാസം തന്നെ സീരീസ് OTT റിലീസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ഈ സീരീസിന് ശേഷം ഫാർമ എന്ന സീരീസാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ വരാനിരിക്കുന്ന അടുത്ത സീരീസ്. നിവിൻ പോളി നായകനെത്തുന്ന സീരീസ് നേരത്തെ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നതാണെങ്കിലും ഇനിയും റിലീസ് ചെയ്തിട്ടില്ല. മാർച്ച് അതല്ലെങ്കിൽ ഈ അവധിക്കാലത്ത് സീരീസ് OTT റിലീസ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ OTT അപ്ഡേറ്റുകൾക്ക്.